Customers arrive at a window in a bank according to a Poisson distribution with a mean 10 per hour. Service time per customer is exponential with a mean 5 minutes in the space in front of the window, including that for the served customers can accommodate a maximum of 3 customers. Other customers can wait outside this space. First question vanittu, what is the probability that an arriving customer can go directly to the space in front of the window? ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മളെന്താ അറൈവൽ റേറ്റും കണ്ടുപിടിക്കണം, സർവീസ് റേറ്റും കണ്ടുപിടിക്കണം. ഇതിൽ അറൈവൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലാംഡയാണ്. അതിലാണ് പറഞ്ഞിരിക്കുന്നത് 10 ഹവറാണ്. അപ്പോൾ എത്രയാണ്? 10 കസ്റ്റമേഴ്സിന് നമുക്ക് എന്താ അറൈവൽ നടത്താൻ പറ്റും എന്നാണ് പറയുന്നത്. സർവീസ് റേറ്റ് എന്ന് പറയുമ്പോൾ മ്യൂൾ, അത് നമ്മളെന്താണ് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. എന്താ 5 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് 12 കസ്റ്റമേഴ്സ് ഹവറാണ് കിട്ടുന്നത്. ഇനി കപ്പാസിറ്റി തന്നിട്ടുണ്ട്. മാക്സിമം കപ്പാസിറ്റി അതായത് K = 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? P0 + P1 + P2. അതിൽ P0ൻ്റെ ഇക്വേഷൻ 1 - ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂൾ ആണ്. ഇനി P1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂൾ ഇൻറ്റു 1 - ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂൾ ആണ്. P2ൻ്റെ ഇക്വേഷൻ വന്നിട്ട് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂൾ സ്ക്വയർ ആണ് ഇൻറ്റു 1 - ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂൾ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താ? അറൈവൽ റേറ്റും അതായത് ലാംഡയും സർവീസ് റേറ്റും മ്യൂളും, അത് രണ്ടും നമ്മൾ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. P0 + P1 + P2 is equal to 1 - 10 divided by 12 plus 10 divided by 12 into 1 - 10 divided by 12 plus P2ൻ്റെ ഇക്വേഷൻ വന്നിട്ട് 10 divided by 12 സ്ക്വയർ ഇൻറ്റു 1 - 10 by 12 ചെയ്യാം. എന്നിട്ടത് നമ്മളെന്താ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കിട്ടുമ്പോൾ 0.167 പ്ലസ് 0.83 ഇൻറ്റു 0.167 പ്ലസ് 0.69 ഇൻറ്റു 0.167 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് ഉത്തരം എന്ന് പറയുന്നത് 0.42084 ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി, അതായത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി വിൻഡോൻ്റെ മുന്നിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0.42084 ആണ് വരുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആൻ അറൈവിങ് കസ്റ്റമർ വിൽ ഹാവ് ടു വെയിറ്റ് ഔട്ട്സൈഡ് ദ ഇൻഡിക്കേറ്റഡ് സ്പേസ്. അതായത് അറൈവിങ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വെയിറ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മളിപ്പോൾ പറഞ്ഞത് കസ്റ്റമേഴ്സിന് അറൈവ് ചെയ്യേണ്ട പ്രോബബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മളെന്താ മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടത്, അതായത് പ്രോബബിലിറ്റി ദാറ്റ് ആൻ അറൈവിങ് കസ്റ്റമർ വിൽ ഹാവ് ടു വെയിറ്റ് ഔട്ട്സൈഡിൽ വെയിറ്റ് ചെയ്യേണ്ടത് കിട്ടും. സർവീസ് ചെയ്യുന്നതിൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അവർ വെയിറ്റ് ചെയ്യേണ്ടത് കിട്ടും. അപ്പോൾ എന്താ 1 - P0 + P1 + P2 ഈസ് ഈക്വൽ ടു എന്താ 1 - നമ്മുടെ നേരത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഉത്തരം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക 1 - 0.42084 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 0.57916. അതാണ് നമ്മുടെ രണ്ടാമത്തെ B എന്നുള്ള ക്വസ്റ്റ്യനിലുള്ള ഉത്തരം എന്ന്. ഇനി C എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൗ ലോങ് ഈസ് ആൻ അറൈവിങ് കസ്റ്റമർ എക്സ്പെക്റ്റഡ് ടു വെയിറ്റ് ബിഫോർ ബീയിങ് സെർവ്ഡ്. സെർവ്ഡ് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമറിന് എത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും, അതായത് എത്ര ഹവർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പറയണത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂൾ ഇൻറ്റു മ്യൂൾ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ എന്താ നമ്മുടെ 10 ആണല്ലോ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ മ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? 12 ആണ്. 12 ഇൻറ്റു 12 - 10 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 10 ഡിവൈഡഡ് ബൈ 24 എന്ന് കിട്ടും. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 5/12 ആണ് ഹവർ. അപ്പോൾ 5/12 ഹവർ കസ്റ്റമേഴ്സിന് എന്താണ് സെർവ്ഡ് ചെയ്യുന്നതിന് മുന്നേ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് പേ ഓഫ് മെട്രിക്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗെയിമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്ലെയർ എയും ഉണ്ട്, പ്ലെയർ ബിയും ഉണ്ട്. പ്ലെയർ എയും ഉണ്ട്, പ്ലെയർ ബിയും ഉണ്ട്. അതിൽ B1, B2, B3 3 ഓപ്ഷൻസുകളാണ് തന്നിരിക്കുന്നത്. പിന്നെന്താണ് A1, A2, A3 അങ്ങനെ വന്നിട്ട് 3 പ്ലെയേഴ്സുകളാണ് 3 പ്ലെയേഴ്സ്. ബീൻ്റെ 3 പ്ലെയേഴ്സും ഉണ്ട്, എൻ്റെ 3 പ്ലെയേഴ്സും ഉണ്ട്. അതിൽ ഉള്ളിൽ നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതായത് 0, 3, 1 അതാണ് ഫസ്റ്റ് റോ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ റോയിൽ A2ലെ റോയിൽ 0, -4, -3, A3 വന്നിട്ട് 1, 5, -1. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ റോ എന്ന് പറയുന്ന ഈ ഒരു അതായത് A1 എന്ന് പറയുന്ന റോയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്
മിനിമം ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് റോല് വന്നിട്ട് A1 എന്ന റോല് പറയുമ്പോൾ മിനിമം ഏറ്റവും ചെറുത് വന്നിട്ട് ഇതാണ് നമ്മുടെ 0 ആണ്. രണ്ടാമത്തെ A2 എന്ന റോല് -4 ആണ് ഏറ്റവും ചെറുത്. A3 എന്ന് പറയുമ്പോൾ 1 5 -1 അതിലേതാണ് -1 ആണ് ഏറ്റവും ചെറുത്. ഇനി നമ്മൾ എന്താണ് കോളം വെച്ച് നോക്കുമ്പോൾ നമ്മളെന്താ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. കോളം വെച്ച് നോക്കുമ്പോൾ മാക്സിമത്തിൽ വരുന്നത് ഏതാ 0 0 1 ആണല്ലോ. അതിലേറ്റവും വലുത് ഏതാ 1 അല്ലേ. പിന്നെ B2 എന്ന് പറയുമ്പോൾ കോളത്തിൽ 3 -4 5 എന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും വലുത് 5. B3 എന്ന് പറയുമ്പോൾ 1 -3 -1 അതിലേതാ 1 ആണ് ഏറ്റവും വലുത്. ഓക്കെ. ഇനി ഈ റോൾ എന്ന് പറയുമ്പോൾ ഇനി രണ്ടാമത് എന്ത് കണ്ടു, ആദ്യം മിനിമം കണ്ടുപിടിച്ചു, ഇനി എന്തെങ്കിലും മാക്സിമം കണ്ടുപിടിക്കണം. മാക്സിമം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ 0 ആണ് മാക്സിമം വരുന്നത്. അതെന്ന് വെച്ചാൽ -4 ഉണ്ട് -1 ഉണ്ട്. പിന്നെ ഏറ്റവും മാക്സിമം ആയിട്ട് വരുമ്പോൾ ഏതാ 0 അല്ലേ വരുന്നത്. അപ്പോൾ 0 ആണ് അവിടെ ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ആദ്യം റോ വരുന്ന സമയത്ത് നമ്മൾ മിനിമം ഫസ്റ്റ് കണ്ടുപിടിക്കണം, അതിൽ നിന്ന് മാക്സിമം ഫസ്റ്റ് കണ്ടുപിടിക്കണം, രണ്ടാമത് കണ്ടുപിടിക്കണം. പിന്നെ കോളത്തിൽ വരുമ്പോൾ എന്താ കോളത്തിൽ ഫസ്റ്റ് മാക്സിമം കണ്ടുപിടിക്കുക, ദെൻ മിനിമം കണ്ടുപിടിക്കുക. അപ്പോൾ കോളത്തിൽ മാക്സിമം വരുമ്പോൾ എന്താണ് ഫസ്റ്റ്, അതായത് 1 മാക്സിമം ആയിട്ട് വരുന്നത്. അതിൻ്റെ മിനിമം ആയിട്ട് വരുന്നത് ഏതാ, മിനിമം ആയിട്ട് വരുന്നതും മാക്സിമം ആയിട്ട് വരുന്നത് 5 ആണ് കേട്ടോ. മിനിമം ആയിട്ട് വരുന്നത് 1. അപ്പോൾ ഈ റോൾ എന്ന് പറയണത് നമ്മളിവിടെ ഈ ഒരു ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മാക്സിമിൻ എന്ന് പറയുന്നതാണ് റോ. അതായത് ഫസ്റ്റ് നമ്മളതിൽ മിനിമം കണ്ടുപിടിക്കണോ, ദെൻ മാക്സിമം കണ്ടുപിടിക്കണോ. കോളത്തിൽ വരുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുന്നു, ദെൻ മിനിമം കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് അതിനെ പറയുന്നതാണ് മിനി മാക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഉത്തരം എന്ന് പറയുമ്പോൾ എന്താണ്, സിൻസ് മാക്സിമം വാല്യൂ അതായത് എന്താ 0, മാക്സിമിൻ വാല്യൂ 0 ഈസ് നോട്ട് ഈക്വൽ ടു ദ മിനിമാക്സ് വാല്യൂ. അതായത് റോയിലെ 0 എന്ന് പറയുന്നത് കോളത്തിലെ 1 ആയിട്ടുള്ളതിന് മാച്ച് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ഈസ് നോ സാഡിൽ പോയിൻ്റ് ഇൻ ദിസ് ഗെയിം. ഈ ഗെയിമിൽ സാഡിൽ പോയിൻ്റ് കറക്റ്റ് അല്ല, സാഡിൽ പോയിൻ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് മിനിമവും മാക്സിമം ഒരേ മാതിരി ആയിരിക്കണം, അപ്പോഴാണ് നമുക്ക് ഏത് പ്ലെയറാണ് ജയിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. ദർ ഈസ് നോ സാഡിൽ പോയിൻ്റ് ഇൻ ദിസ് ഗെയിം, ദെർഫോർ ദ ഗെയിം ഡസ് നോട്ട് ഹാവ് എ പ്യുവർ സ്ട്രാറ്റജി സൊല്യൂഷൻ. ഇതിലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇതിനെന്താ സ്ട്രാറ്റജി സൊല്യൂഷൻ, പ്യുവർ സ്ട്രാറ്റജി സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് മിക്സ്ഡ് സ്ട്രാറ്റജി വെച്ചിട്ട് കണ്ടുപിടിക്കാം. അത് കുറച്ചും കൂടി സമയമെടുത്ത് നിങ്ങൾക്കിപ്പോൾ ഇനി പെട്ടെന്ന് പറ്റുമോയെന്ന് അറിയില്ല. വേഗം സമയമില്ല ഉള്ളവരെ നോക്കാം, അല്ലാത്തവർ ഇങ്ങനെ ഇത് എഴുതി വെച്ചാൽ മതി. അതായത് ഇതിലെന്താ പ്യുവർ സ്ട്രാറ്റജി സൊല്യൂഷൻ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അതായത് എന്താണ് മിനിമാക്സും മാക്സിമിനും ഈക്വൽ ആണ്, എന്നാലാണ് അവിടെ കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ. ഇവിടെ മിനിമാക്സും മാക്സിമം ഈക്വൽ അല്ലല്ലോ. അതായത് റോല് വരുന്നത് 0യും പിന്നെ കോളത്തിൽ വരുന്നത് മാക്സിമം 1 ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇക്വേഷൻ ഈക്വൽ ആവുന്നില്ല. അതുകൊണ്ട് ഇവിടെ പ്യുവർ സ്ട്രാറ്റജി സൊല്യൂഷൻ ഇല്ലെന്ന് പറയുന്നത് ഈ ഗെയിമിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് എ നെറ്റ്വർക്ക് ഫോർ എ പ്രൊജക്റ്റ് ഹൂസ് ആക്ടിവിറ്റീസ് ആൻഡ് ദിയർ പ്രെഡിസസർ റിലേഷൻഷിപ്പ് ഇൻ ദ ടേബിൾ. ഗിവൻ തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് ഏറ്റവും നമുക്ക് എളുപ്പമുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അതിൽ കുറച്ച് നമുക്ക് ടേബിൾ വരയ്ക്കേണ്ട തന്നിട്ടുണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ABCDEFGHIJK അങ്ങനെയാണ് ആക്ടിവിറ്റീസ് തന്നിരിക്കുന്നത്. അതിൽ പ്രെഡസസർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് എയുടെ മുന്നിൽ വരുന്നത് ബിയുടെ മുന്നിൽ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഉത്തരം എഴുതുന്ന സമയത്ത് എന്താണ് ABC ഈ 3 സാധനങ്ങൾക്കും എന്താ മുന്നിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ആദ്യം ഒരു വട്ടം വരയ്ക്കുക, അതിൻ്റെ മുന്നിൽ ഒരു A ഇട്ടിട്ട് അവിടെ ഒരു വട്ടം വരയ്ക്കുക, പിന്നെ BC അത് 3ഉം ഒറ്റ റോയിൽ നമ്മൾ കൊടുക്കുക. ഇനി എയുടെ മുന്നിൽ വരുന്നത് ഏതാണെന്ന് പറയുന്നത് D ആണ് വരുന്നത്. അപ്പോൾ എയുടെ മുന്നിൽ നമ്മൾ D എന്ന് വരച്ചു കൊടുക്കുന്നു. അതിൻ്റെ അടുത്തത് മുന്നിൽ എന്താ ബിയുടെ മുന്നിൽ 2 അക്ഷരങ്ങളുണ്ട്, എന്താണ് Eയും Fഉം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കണം. ഇത് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാം. ബിയുടെ മുന്നിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം. അപ്പോൾ ഇതിൽ ബിയുടെ മുന്നിൽ 2 ഉണ്ട്, Eയും Fഉം. അപ്പോൾ അത് നമ്മൾ മുന്നേ നോക്കിയിട്ട് അതിലങ്ങനെ വരച്ചു കൊടുക്കുന്നു. അതിൻ്റെ സിയുടെ മുന്നിൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് G ആണ് വരുന്നത്. സിയുടെ മുന്നിൽ G തന്നിട്ടുണ്ട്. ഈ G വരയ്ക്കണ സമയത്ത് എന്താണ് ജിയുടെ മുന്നിൽ ജിയുടെ കൂടെ തന്നെ എന്താ എഫ് കണക്റ്റായിട്ട് നമ്മൾ കെയും കൂടി വരയ്ക്കണം. അതും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ വരുന്നത് എന്താണ് ഡിയുടെ മുന്നിൽ എച്ച് വരുന്നുണ്ട്. എച്ചും ഐയും, അതായത് ഇയുടെ മുന്നിലുള്ള ഐ, എച്ചും ഐയും കൂടിയും ചേർന്നാൽ ജെ വരുന്നുണ്ട്. പിന്നെ
കെ വരണത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബിയുടെ മുന്നിൽ നമ്മൾ എഫ് എന്ന് പറഞ്ഞു, സിയുടെ മുന്നിൽ ജി എന്ന് പറഞ്ഞു. അപ്പോൾ എഫും ജിയും കൂടി കണക്ട് ചെയ്ത പോയിൻ്റാണ് കെ എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ കെ എന്ന് പറയുന്ന പോയിൻറ്റും ജെ എന്ന് പറയുന്ന പോയിൻറ്റും കൂടി ഒരുമിച്ചിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിത് വരയ്ക്കാം. ഇത് എളുപ്പമാണ്, ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിലുള്ളത് എനിക്ക് തോന്നണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യനാണ്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡിമാൻഡ് റേറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഐറ്റം ഈസ് 12,000 പെർ യൂണിറ്റ് ആണ്. ദ സെറ്റപ്പ് കോസ്റ്റ് പെർ റൺ ഈസ് ₹350 ആണ്. ആൻഡ് ദ ഹോൾഡിംഗ് കോസ്റ്റ് ഈസ് ₹20 പെർ യൂണിറ്റ് പെർ മന്ത് വെച്ചിട്ടാണ്. ഇഫ് നോ ഷോർട്ടേജസ് ആർ അലൗഡ് ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ഈസ് ഇൻസ്റ്റൻഷ്യസ് ഡിറ്റർമൈൻ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒപ്റ്റിമം റൺ സൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിമം റൺ സൈസ് എത്രയാണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ ഫസ്റ്റ് നോക്കാം. ആദ്യം ഡിമാൻഡ് റേറ്റ് തന്നിട്ടുണ്ട്. ഡിമാൻഡ് റേറ്റ് ഉണ്ട് 12,000 യൂണിറ്റ്സ് പെർ ഇയറിൽ വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ സെറ്റപ്പ് കോസ്റ്റ് പെർ റൺ എത്രയാണ്? 350. പിന്നെ ഹോൾഡിംഗ് കോസ്റ്റ് 20 പെർ യൂണിറ്റ് പെർ മന്തിൽ വെച്ചിട്ടാണുള്ളത്. പിന്നെ കൺവേർട്ട് ഹോൾഡിംഗ് കോസ്റ്റ് ടു പെർ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പെർ മന്തിലാണല്ലോ, ₹20 വെച്ചിട്ട്. അപ്പോൾ എത്രയാണ്? ഒരു മാസം 12 മന്താണുള്ളത്. അപ്പോൾ 20 × 12 ചെയ്ത് എത്രയാണ്? 240 നമുക്ക് കിട്ടും. അപ്പോൾ ഒപ്റ്റിമം റൺ സൈസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ വന്നിട്ട് EOQ = 2DCO / CH ചെയ്യാം. അതിൻ്റെ റൂട്ടും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 2 × ഡി എത്രയാണ് നമുക്ക് തന്നിരിക്കേണ്ടത്? 12,000 ആണ്. അപ്പോൾ 2 × 12,000 × 350, അതായത് സെറ്റപ്പ് കോസ്റ്റ് പെർ റണ്ണാണ്, / 240 ചെയ്യാം. 240 എന്താണ്? ഹോൾഡിംഗ് കോസ്റ്റ് പെർ ഇയർ ആണ്. അത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 8,420,30 അത്ര കിട്ടും. 84 ലക്ഷമാണ് കിട്ടുന്നത്. / 240. അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര? 187.08 യൂണിറ്റ് ആണ് ഒപ്റ്റിമം റൺ സൈസ് ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഒപ്റ്റിമം ഷെഡ്യൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിമം ഷെഡ്യൂളിംഗ് പീരീഡ് ഈസ് ഈക്വൽ ടു ടി എന്നാണ് പറയുന്നത് ഇതിന്. അതായത് ടി ഈസ് ഈക്വൽ ടു EOQ / D. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ EOQ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 187.08 / നമുക്ക് ഡി അറിയാം, ഡിമാൻഡ് റേറ്റ് ആണ്, അതായത് 12,000 ആണ്. ഈസ് ഈക്വൽ ടു എന്താണ്? 0.01559 ഇയേഴ്സാണ് വന്നിട്ടുള്ളത്. അതാണ് ഒപ്റ്റിമം ഷെഡ്യൂളിംഗ് പീരീഡ് വന്നിട്ട് അത്രയാണുള്ളത്. ഇനി നമുക്ക് എന്താണ് ടോട്ടൽ ഇനി ഈ ഷെഡ്യൂളിംഗ് പീരീഡ് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഷെഡ്യൂളിംഗ് പീരീഡ് മന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇയറിൽ തന്നിട്ടുണ്ട്. ഇനി മന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ എമൗണ്ട് ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ട്, അതായത് 0.01559 × 12 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ മന്തിലോട്ട് കിട്ടും. അപ്പോൾ എത്ര കിട്ടുക വെച്ചാൽ 0.187 മന്താണ് കിട്ടുന്നത്. ഇനി അടുത്തത് മിനിമം ടോട്ടൽ എക്സ്പെക്റ്റഡ് ആനുവൽ കോസ്റ്റ്. എത്ര ആനുവൽ കോസ്റ്റ് വന്നിട്ടുണ്ട് മിനിമം എക്സ്പെക്റ്റഡ് ആണെന്നാണ് ചോദിക്കുന്നത്. അതായത് TC ഈസ് ഈക്വൽ ടു ആനുവൽ ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ്. ഓർഡർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റും ഹോൾഡിംഗ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റും കൂടി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആനുവൽ കോസ്റ്റ് കിട്ടും. ആനുവൽ കോസ്റ്റ് എത്രത്തോളം എക്സ്പെക്റ്റഡ് ആയിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആനുവൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് DC ഈസ് ഈക്വൽ ടു D / EOQ × CO. അതായത് ആനുവൽ ഓർഡറിങ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ അതാണ് വരുന്നത്. പ്ലസ് ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ വന്നിട്ട് EOQ / 2 × CH. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആനുവൽ ഓർഡറിങ് കോസ്റ്റിൻ്റെ ഇക്വേഷനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക സാധനങ്ങൾ. ഡി എന്ന് പറയുമ്പോൾ എന്താണ്? 12,000 / 187.08 × 0.350 ചെയ്യാം. പ്ലസ് ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് പറയുമ്പോൾ 187.08 / 2 × 0.240 അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആനുവൽ ഓർഡറിംഗ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 22.449 ആണ് കിട്ടുന്നത്. പ്ലസ് അടുത്തത് ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ വരുമ്പോൾ 22.4496. അപ്പോൾ മൊത്തം എന്താണ് ആനുവൽ കോസ്റ്റ് എത്രയാണ്? രണ്ടോട്ട് പ്ലസ് ചെയ്യുന്ന സമയത്ത് 44.8986 ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ
ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒപ്റ്റിമം റൺ സൈസ് എന്ന് പറയുന്നത് എന്താണ് 187.08 യൂണിറ്റ് ആണ്. അതുമാതിരി ഷെഡ്യൂളിംഗ് പീരീഡ് ഒപ്റ്റിമം ആയിട്ടുള്ളത് എത്രയാണ്? ഇയറിലും തന്നിട്ടുണ്ട്, മന്തിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അതായത് 0.01559 ആണ് ഇയറിൽ, എൻ്റെ മന്തിൽ വന്നിട്ട് 0.187 മന്താണ്. പിന്നെ കോസ്റ്റ് നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 44.8986 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. EOQൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, പിന്നെ ഷെഡ്യൂളിംഗ് പീരീഡിൻ്റെ ഇക്വേഷൻ, പിന്നെ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ കൂടി അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മളെന്താ ഫസ്റ്റ് ഡിമാൻഡും സപ്ലൈയും തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഡിമാൻഡും സപ്ലൈ നമ്മൾ നോക്കാം. ഇതിൽ ഡിമാൻഡ് എത്ര തന്നിരിക്കുന്നത്? 60 + 14 + 30 + 110. ഇത് 4 കൂടി കൂട്ടുന്ന സമയത്ത് എത്ര? 240 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഈ സപ്ലൈ കൂട്ടുന്ന സമയത്ത് 120, 70, 50 ഈ 3 കൂട്ടുന്ന സമയത്തും നമുക്ക് എന്താ 240 ആണ് കിട്ടുന്നത്. അത് മീൻസ് എന്താണ്? ഇതൊരു ഫീസിബിൾ സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ. ഇതൊരു ഫീസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ എന്താ നമുക്കിത് ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഒറിജിൻ 1 2 3 4, ഡെസ്റ്റിനേഷൻ 1 2 3 4, ഒറിജിൻ 1 2 3 തന്നിട്ടുണ്ട്. ഇനി കോളം വൈസ് നോക്കാം. 20 24 32, സെക്കൻഡ് കോളം 22 37 37, തേർഡ് കോളം 70 9 20, ഫോർത്ത് കോളം 4 7 50 തന്നിട്ടുണ്ട്. അത്രയാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നമ്മൾ ഫസ്റ്റ് റോ നോക്കുക, ദെൻ കോളത്തിനെയാണ് കുറിച്ച് നോക്കേണ്ടത്. ഫസ്റ്റ് റോ നോക്കുന്ന സമയത്ത് എന്താ 20 22 70 40 17 40. അപ്പോൾ ഈ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യകൾ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ 4ഉം 17 ആണ്. അപ്പോൾ അതിൻ്റെ നമ്മളെന്താ അത് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഉത്തരം നമ്മളെന്താ റൈറ്റ് സൈഡിൽ എഴുതി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. 70 - 40 എന്ന് പറയുമ്പോൾ എത്ര? 30 ആണ് നമ്മുടെ ഡിഫറൻസ് അവിടെ വരുന്നത്. ഇനി സെക്കൻഡ് റോയിൽ പറയുമ്പോൾ എന്താ 9 and 7 ആണ് ഏറ്റവും ചെറിയ സംഖ്യകൾ അവിടെ ഉള്ളത്. അപ്പോൾ 9 - 7 = 2 ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ എഴുതി വയ്ക്കുക. അതൊക്കെ അപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഈ തേർഡ് കോളത്തിൽ നോക്കുമ്പോൾ എന്താ 20 50 ആണ്. അത് രണ്ടുമാണ് ചെറിയ സംഖ്യകൾ തന്നിരിക്കുക. അപ്പോൾ 20 - 15 ചെയ്യുന്ന സമയത്ത് 5 ആണ് നമുക്കവിടെ ഏറ്റവും ലോയസ്റ്റ് ആയിട്ടുള്ള സംഖ്യ. അപ്പോൾ ഫസ്റ്റ് റോ വന്നിട്ട് 13 2 5, അങ്ങനെ 3 ലോയസ്റ്റ് സംഖ്യകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഡിമാൻഡ് സൈഡിൽ നോക്കുന്ന സമയത്ത് കോളം വൈസ് നോക്കാം. അപ്പോൾ നമ്മൾ ഡിമാൻഡിൻ്റെ താഴെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. 20 24 32 അത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 20 ആണ് നമുക്ക് ഇവിടെ ഏറ്റവും ചെറുത്, പിന്നെ 24. അപ്പോൾ 24 - 20 ചെയ്ത് എത്രയാണ്? ഡിഫറൻസ് ഈസ് 4 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 37 22. അപ്പോൾ 22 - 37 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 15 ആണ് ചെറിയ സംഖ്യ ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് നോക്കുന്ന സമയത്ത് എന്താണ് 17ഉം 9ഉം ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 8 ആണ് കിട്ടുന്നത്. പിന്നെ അടുത്തത് നോക്കുന്ന സമയത്ത് അതായത് കോളം 4ൽ വരുന്ന സമയത്ത് 4 7 50 ഏറ്റവും ചെറുത് ഒബ്വിയസ്ലി 4ഉം 7ഉം ആണ്. അപ്പോൾ അത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എത്ര 3 ആണ് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ താഴെ എഴുതി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുക എളുപ്പമുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? റോയും കോളവും നോക്കുക. ഇനി ഇതിൽ ഹയസ്റ്റ് വാല്യൂ ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഇതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. 15 എടുത്തിട്ട് നമ്മൾ ആ കോളം നോക്കുക. കോളം നോക്കുന്ന സമയത്ത് എന്താണ്? മുകളിലോട്ട് നോക്കുന്ന സമയത്ത് എത്രയൊക്കെയാണ് നമുക്കുള്ളത്? 37 37 22 ആണുള്ളത്. ഇതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള സംഖ്യ എത്രയായി? 22 അല്ലേ? ആ 22ൻ്റെ അവിടെയാണ് നമുക്ക് സബ്ബായിട്ട് എഴുതി വെക്കേണ്ടത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത്രയാണ്. ഈ 22 എന്ന് പറയുന്ന ആ ഒരു കോളത്തിൻ്റെ എത്രയാണ്? ഡിമാൻഡ് വന്നിട്ട് 40 ആണ്. ആൻഡ് ഓൾസോ സപ്ലൈ വന്നിട്ട് എത്രയാണ്? 120 ആണ് തന്നിരിക്കുന്നത്. ഈ ഡിമാൻഡും സപ്ലൈയിലും ഏറ്റവും ചെറുത് ഏതാണ്? 40 അല്ലേ ഏറ്റവും ചെറുത്? ആ 40 ആണ് നമ്മൾ ഈ 22 എന്ന് പറയുന്ന സംഖ്യയുടെ മുകളിൽ നമ്മൾ 40 എന്ന് എഴുതി വയ്ക്കുക. 40 എന്ന് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 40 എന്ന് പറയുന്ന കോളം താഴത്തോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ ബാക്കി വരുന്നത് അതിന് കറസ്പോണ്ട് ചെയ്ത് കിടക്കുന്നത് ഏതാണ്? 120 ഇപ്പോൾ പറഞ്ഞല്ലോ സപ്ലൈ സൈഡിൽ. അപ്പോൾ 120 നമ്മൾ മൈനസ് ചെയ്യുക. 40
120ൽ നിന്നും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? വി വിൽ ഗെറ്റ് 80 കിട്ടും, 80 കിട്ടും. ആ 80 കിട്ടിയിട്ട് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകണം, വീണ്ടും ചെയ്യാൻ പോകണം കേട്ടോ. അടുത്തത് അത് നമ്മളെന്താ റോ നോക്കുക. റോയിൽ നോക്കുന്ന സമയത്ത് ചെറുത് ഫസ്റ്റത്തെ മൈനസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 30 കിട്ടും. അതായത് രണ്ടാമത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13 കിട്ടും. 2, 5 അതാണ് റോ സൈഡിൽ കിട്ടുന്നത്. കോളം സൈഡിൽ കിട്ടുന്നത് എത്രയാണ്? 4, 8, 3. 4, 8, 3. അപ്പോൾ ഈ 50 എന്ന് പറയുന്ന താഴെ സംഖ്യേൻ്റെ താഴെ ഒന്നും എഴുതരുത്, അത് കട്ടായി പോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ ഒന്നും എഴുതാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്തുള്ളതിലാണ് എഴുതേണ്ടത്. 8ഉം 3 എഴുതി വെച്ചു. ഇനി ഇതിലേറ്റവും വലുത് ഏതാ? ഇതിലേറ്റവും വലുതെന്ന് പറയുന്നത് ഏതാ? 13 അല്ലേ വലുത്? ഏറ്റവും വലുത് റോ സൈഡിൽ വരുന്ന 13ൽ നമ്മൾ നോക്കണ സമയത്ത് നമുക്ക് ഏതാണ് ഏറ്റവും ചെറുതായിട്ടുള്ളത്? എത്രയാണ് കിടക്കുന്നത്? നമ്മൾ താഴെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി 20 ഉണ്ട്, 17 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ 4 അല്ലേ? 4 ആണ് ഇവിടെ ഏറ്റവും ചെറുത്. ഇനി 4 സൈഡിൽ സപ്ലൈ നോക്കണത് ആൻഡ് ഓൾസോ ഡിമാൻഡ് നോക്കുക. സപ്ലൈ നോക്കുന്ന സമയത്ത് എത്രയാണ്? സപ്ലൈ നമുക്ക് 80 ആണുള്ളത്. ആൻഡ് ഡിമാൻഡ് വന്നിട്ട് എത്രയാണ്? 110 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേതാ നമ്മൾ എടുക്കേണ്ടത്? ലോയസ്റ്റ് ആയിട്ടുള്ള സംഖ്യ എടുക്കുന്ന സമയത്ത് ലോയസ്റ്റ് 80 എഴുതുക. അപ്പോൾ 80 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ആ റോയിലെ ഇതെല്ലാം എടുത്തു. അപ്പോൾ റോ മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം തന്നെ നമ്മളെന്താ 110നെ 80 നിന്നും മൈനസ് ചെയ്തിട്ട് 30 എന്ന് എഴുതി വെക്കണം അവിടെ. അപ്പോൾ തന്നെ 30 എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ആ 2 റോ കട്ടായിപ്പോയി. ഫസ്റ്റത്തെ കോളം കട്ടായിപ്പോയി. ഫസ്റ്റത്തെ റോയാണ് കട്ടായിപ്പോയത്. പിന്നെ രണ്ടാമത്തെ കോളം കട്ടായിപ്പോയി. ഇനി അടുത്തത് എന്താ? വീണ്ടും നമ്മൾ മൈനസ് ചെയ്തിട്ട് എഴുതാൻ തുടങ്ങുക. അപ്പോൾ എഴുതണ സമയത്ത് എന്താണ്? ആദ്യത്തെ റോയിൽ നമുക്കൊന്നുമില്ല. രണ്ടാമത്തെ റോയിൽ എന്താണ്? രണ്ടാമത്തെ റോയിൽ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് നമുക്ക് എന്താ? 2 എന്ന് കിട്ടും. അതായത് 9 - 7 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. ആൻഡ് തേർഡ് റോയിൽ വന്നിട്ട് 5 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത് കോളത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ്? കോളത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 8 കിട്ടി. അവിടെ ഡിഫറൻസ് ചെയ്തപ്പോൾ 8 കിട്ടി. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്ത് പോയില്ല, അവിടെ ഇതില്ല. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ 11 കിട്ടി. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്താ 8 കിട്ടി. അപ്പോൾ ഇനി നോക്കുക, ഇതിൽ ഏറ്റവും ഹൈസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാ? 11 ആണ് വലുത്. ഈ 11ൻ്റെ സമയത്ത് 11 നോക്കിയിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കുക. അതിൻ്റെ നേരിട്ട് മുകളിൽ നോക്കുന്ന സമയത്ത് എന്താണ്? നമുക്കിനി 9ഉം 20 അല്ലേ ഉള്ളത്. അതിൽ ഏറ്റവും ചെറുത് എത്ര? 9 അല്ലേ. അപ്പോൾ 9ൻ്റെ അവിടെ സബ്ബായിട്ട് ഇത് വയ്ക്കുക. എന്നിട്ട് നോക്കുക, ഡിമാൻഡ് എത്ര? 30 ആണുള്ളത്. സപ്ലൈ വന്നിട്ട് എത്രയാണുള്ളത്? 17 ആണുള്ളത്. സപ്ലൈ വന്നിട്ട് 17 ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതുക. സപ്ലൈ വന്നിട്ട് 17 ആണുള്ളത്. അപ്പോൾ ഏറ്റവും ചെറുത് ചെയ്താൽ 13 എഴുതി ആ കോളം കട്ട് ചെയ്തു. ആ കോളം കട്ട് ചെയ്തിട്ട് ഈ 70 നമുക്ക് എത്ര? 30 മൈനസ് ചെയ്തിട്ട് എത്രയാണ്? 14 നമ്മൾ എഴുതി വെച്ചു. 14 എഴുതി വെച്ചില്ലേ? 14 എഴുതി വെച്ചു. ഇനി വീണ്ടും നമ്മൾ എന്താണ്? ഇപ്പുറത്തെ കോളത്തേക്ക് വന്നിട്ട് നമ്മൾ എത്ര ഡിഫറൻസ് എഴുതി വയ്ക്കണം. അടുത്ത ഡിഫറൻസ് എഴുതുന്ന സമയത്ത് 24ഉം 7ഉം ആണുള്ളത്. 24, 7 ആണ് ഏറ്റവും ചെറിയ സംഖ്യകളുള്ളത്. അപ്പോൾ അവിടെ 17 എഴുതി വെച്ചു ഡിഫറൻസ്. അടുത്തതിൻ്റെ താഴെ 17 എഴുതി വെച്ചു. പിന്നെ കോളത്തിൻ്റെ സെക്ഷനിൽ വരുന്ന സമയത്ത് ഇത്ര 8ഉം ആണ് ഏറ്റവും ചെറുതുള്ള. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് വാല്യൂ ഇവിടെ 17, 2 17 ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു 17 എടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 17 ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ചെറുത് എത്രയാണുള്ളത്? ഇനി ബാക്കി 24ഉം ഉണ്ട്, 7ഉം ഉണ്ട്. 24ഉം 7 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ടത് എന്താണ്? ഈ 7ൻ്റെ നേരെയാണ് സപ്പാർട്ട് ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഇത്രയൊക്കെയുണ്ട്. ഡിമാൻഡ് 13 ഉണ്ട്, അതുമാതിരി സപ്ലൈ 14 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിമാൻഡ് ചെറിയ സംഖ്യ നമ്മളവിടെ എഴുതി വെച്ചു. ആ റോ കോളം അങ്ങ് കട്ട് ചെയ്തു. ഇനി ബാക്കി നമുക്ക് 10 ആണുള്ളത്. അതായത് എന്താണ്? 30. അതായത് 70ൽ നിന്നും 30 മൈനസ് ചെയ്തപ്പോൾ ഇനി ബാക്കി 10 ആണുള്ളത്. അപ്പോൾ 10 അവിടെ എഴുതി വെച്ചു. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എത്രയാണ്? അടുത്ത 17 എടുക്കാൻ പോവാണ്. വലിയ സംഖ്യ. അടുത്ത 17 എടുക്കാൻ പോവാണ് കേട്ടോ. അടുത്ത 17 എടുക്കുന്ന സമയത്ത് നമുക്ക് ഇനി ആ റോയിൽ ഏറ്റവും ഇതുള്ളത് എത്രയാണ്? 32 അല്ലേ ഉള്ളത്. ബാക്കി 32 എഴുതി വയ്ക്കുക. അതായത് എത്രയാണ്? 16 ഉണ്ട്, നമുക്ക് 15 ഉണ്ട്. 50 ഉണ്ട്. അപ്പോൾ 50, 60 ആയിട്ട് അത് ചെറുത് വെച്ചാൽ 50. അപ്പോൾ അത് സപ്പാർട്ടായിട്ട് നമ്മളവിടെ 15 എഴുതി വെച്ചു. ആൻഡ് ഈ 16 എന്നുള്ളത് ആ റോ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ ബാക്കി 60ൽ നിന്നും 50 മൈനസ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. അപ്പോൾ 10 കിട്ടി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വരുന്നത് എത്രയാണ്? ഇവിടെ 10 കിട്ടി. അവിടെ നമ്മൾ മുകളിൽ കട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ളത് 10 കിട്ടി. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഇതായി. അപ്പോൾ ഈ ഉത്തരം നമ്മുടെ കറക്റ്റായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എത്രയൊക്കെ കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 1, 2, 3, 4, 5 സംഖ്യകളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 40 × 22,
14ൻ്റെ കൂടെ 22 കിട്ടിയിട്ടുണ്ട്, 18ൻ്റെ കൂടെ 4 കിട്ടിയിട്ടുണ്ട്, പിന്നെ 10 × 24 30 × 9 പ്ലസ് 50 × 32. അത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷനും ഒറിജിനും തന്നിട്ടുണ്ട്. ഇതിൽ ഓരോത്തിലും നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചു. അതായത് 22ൻ്റെ കൂടെ എത്ര 40 കിട്ടി നമുക്ക് ഉത്തരം, പിന്നെ 18ൻ്റെ കൂടെ 4, 10ൻ്റെ കൂടെ 24, 13ൻ്റെ കൂടെ 9 ആൻഡ് 15ൻ്റെ കൂടെ 32 കിട്ടി. ഇതെല്ലാം നമ്മളെന്താ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കൂട്ടിയിട്ട് നമ്മളെന്താ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. 40 × 22 പ്ലസ് 18 × 4 പ്ലസ് 10 × 24 പ്ലസ് 30 × 9 പ്ലസ് 50 × 32. അപ്പോൾ മൊത്തം നമുക്ക് കിട്ടുന്നത് 3520 ആണ് കിട്ടുന്നത്. 3520 നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. അപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫീസിബിൾ ആണോ നോക്കുക. ഫീസിബിൾ ആണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന കേസിൽ ചെയ്യാൻ എളുപ്പമാണ്. മറ്റുള്ളത് എളുപ്പമില്ല എന്നല്ല, ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ രണ്ടും വെച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മളെന്താണ് റോ വെച്ചിട്ട് അതിൽ ഏറ്റവും കുറവ് വാല്യൂ കണ്ടുപിടിക്കുക, കോളത്തിൽ ഏറ്റവും കുറവ് വാല്യൂ വെച്ചിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക, പിന്നെ അതിൽ ഹയസ്റ്റ് വാല്യൂ വെച്ചിട്ട് അതിന് നമ്മളെന്താണ് ഡിമാൻഡും സപ്ലൈ ചെയ്യണം ഏതാണോ ചെറുത് നോക്കുക, അതിൽ നിന്നും വാല്യൂസുകൾ നമ്മൾ കൊടുക്കുന്നു, പിന്നെ അങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ കണ്ടുപിടിച്ചതെല്ലാം കറക്റ്റാണ് നോക്കുക. അതിന് ശേഷം നമ്മളെന്താ കോസ്റ്റും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടും. ഇത് നമുക്ക് 3 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ മൊത്തം എത്രയാണ് 1 2 3 4 5 5 3 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് പറഞ്ഞത്. ആൻഡ് അതിൻ്റെ ഉത്തരം കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത എന്താണ്? ഈ മറ്റേ പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മുടെ മുന്നേ പ്രെഡിസസർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ കൂടുതൽ പഠിക്കുക. അതാണ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ പെർട്ട് CPM അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം കൂടി കാണണം, അല്ലെങ്കിൽ അതുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടി വീഡിയോ ഇടാം. പിന്നെ എന്താ പറയണത് വെച്ചാൽ ലാസ്റ്റ്, അതായത് SA പാർട്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. പെർട്ടിൻ നെറ്റ്വർക്കിൽ, അതായത് പെർട്ട് നെറ്റ്വർക്കിൻ്റെ പെർട്ടും CPM തമ്മിലുള്ളത് ഡിഫറൻസ് എന്താണ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ് തമ്മിലുള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് പ്രോബ്ലത്തിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പെർട്ടിലെ CPMലെയും പ്രോബ്ലംസുകൾ പറഞ്ഞു തരാം. പിന്നെ C പാർട്ടിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് എന്താണ് സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. സിംപ്ലക്സ് മെത്തേഡ് കുറച്ച് ടഫാണ് ചെയ്യാൻ. അപ്പോൾ അറിയണവരത് ചെയ്യാമെന്ന് പറയാം, അത്രേ പറ്റുള്ളൂ. കാരണം എന്താ നല്ല ടഫ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം കുറേ സമയം നമ്മുടെ പോവും അത് നോക്കിയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ. അല്ലാത്തവർ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നോക്കുക. പിന്നെ തിയറികളുണ്ട്, അത് പഠിക്കേണ്ടി വരും. ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ തിയറി ഉണ്ട്. പിന്നെ വേറൊരു തിയറി വന്നിട്ടുള്ളത് എന്താണ് ടൈപ്പ് ഓഫ് ഡിസിഷനാണ്. പിന്നെ സ്റ്റെപ്പ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പ് അത് പഠിക്കണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അസൈൻമെൻറ്റ് പാറ്റേൺ വെച്ചിട്ട് മിനിമൈസ്. അത് നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 17ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. എ കമ്പ്യൂട്ടർ സെൻറ്റർ ഹാസ് 4 എക്സ്പേർട്ട് പ്രോഗ്രാമേഴ്സ് ആൻഡ് നീഡ് ടു ഡെവലപ്പ് 4 ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ദ ഹെഡ് ഓഫ് കമ്പ്യൂട്ടർ സെൻറ്റർ എസ്റ്റിമേറ്റ് ദ കമ്പ്യൂട്ടർ ടൈം ഇൻ മിനിറ്റ് റിക്വയർഡ് ബൈ ദ റെസ്പെക്റ്റീവ് എക്സ്പേർട്സ് ടു ഡെവലപ്പ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആസ് ഫോളോസ്. താഴെ പറയുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രോഗ്രാമേഴ്സ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ABCD. പിന്നെ 4 പ്രോഗ്രാമേഴ്സ് ഉള്ളത് 1 2 3 4 താഴെ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റോയിൽ എന്ന് പറയുന്നത് 120 100 80 90. സെക്കൻഡ് റോ 80 90 110 70. തേർഡ് റോ 110 140 112 20 100 90 90 80 90. Find the assignment pattern that minimizes the time required to develop the application programmers. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം മിനിമൈസ് ചെയ്തിട്ടുള്ള പാറ്റേൺ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. SAയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്
ആദ്യം ഇതെങ്ങനെ എഴുതി വയ്ക്കുക, 120, 180, 90, 80, 90 അങ്ങനെ പറഞ്ഞിട്ട് ഫുള്ള് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോ എത്രയാണ്? 120, 180, 90 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും ലോയസ്റ്റ് ആയിട്ടുള്ള സംഖ്യ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും ലോയസ്റ്റ് ആയിട്ടുള്ള സംഖ്യ എത്രയാണ്? 80 ആണ് ഏറ്റവും ലോയസ്റ്റ് ഫസ്റ്റ് റോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 80 നമ്മളവിടെ എഴുതി വയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവുന്ന കൂടി ആൻസർ കണ്ടുപിടിക്കാം. പിന്നെ സെക്കൻഡ് റോയിൽ ഏറ്റവും ചെറുത് എത്ര? 80, 90, 110, 70. ഏറ്റവും ചെറുത് എത്രയാണ്? 70 ആണുള്ളത്. പിന്നെ എത്രയാണ്? 110, 114, 120, 100. ഏറ്റവും ചെറുത് 100 ആണ്. പിന്നെ 90, 90, 80, 90 എത്ര ചെറുത്? 80 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ എത്ര? 80, 70, 100, 80. അപ്പോൾ അതെല്ലാം കിട്ടി. ഇനി ഇതിൽ നിന്നും എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ നമ്മൾ 80 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ 80 എന്ന് പറയുന്ന സംഖ്യ 120, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന 120 മൈനസ് 80 എത്രയാണ് കിട്ടുന്നത്? 14 ആണല്ലോ. അപ്പോൾ 14 അവിടെ എഴുതി വെച്ചു. പിന്നെ എത്ര? 100 മൈനസ് 80 രണ്ടാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ റോയിൽ ബിയിൽ വരുന്നതാണ്. അത് എത്ര? 20 വരുന്നുണ്ട്. പിന്നെ 80 മൈനസ് 80 എത്രയാണ്? 0 ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ആ റോയിൽ ലാസ്റ്റ് 90 മൈനസ് 80 സമയത്ത് എത്രയാണ് വരുന്നത്? എത്ര? 10 ആണ് വരുന്നത്. അത് എഴുതി വെച്ചു. രണ്ടാമത്തെ കോളം സെയിം ചെയ്യുക. എത്ര? 70 മൈനസ് 80 10, 90 മൈനസ് 80 20, 110 മൈനസ് 70 40, 70 മൈനസ് 70 0 എഴുതി വെച്ചു. പിന്നെ 100 വേണ്ട. അപ്പോൾ 110 മൈനസ് 100 ഇസ് ഈക്വൽ ടു 10 ആണ് വരുന്നത്. തേർഡ് കോളത്തിലെ തേർഡ് റോയിൽ സെക്കൻഡ് വന്നിട്ട് 140 മൈനസ് 100 ഇസ് ഈക്വൽ ടു 40 ആണ് വരുന്നത്. 120 മൈനസ് 100 ഇസ് ഈക്വൽ ടു 20 ആൻഡ് 100 മൈനസ് 100 0 എഴുതി വെച്ചു. പിന്നെ 80 മൈനസ് 90 10, 80 മൈനസ് 90 10 വീണ്ടും എഴുതി വെച്ചു. 80 മൈനസ് 80 0 ആൻഡ് 90 മൈനസ് 80 10 എഴുതി വെച്ചു. അപ്പോൾ ഇത് നമ്മൾ എന്താ എഴുതി വെച്ചാൽ ആദ്യം അതിൻ്റെ ലോയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചു. അതിൽ നിന്നും നമ്മളെന്താ ആ റോയിൽ കിടക്കുന്ന കണ്ടുപിടിച്ച വാല്യൂവിൻ്റെ ആ റോയിൽ കിടക്കുന്ന എല്ലാതും അതിൽ നിന്നും മൈനസ് ചെയ്തിട്ട് നമ്മളെന്താ സെപ്പറേറ്റ് വേറൊരു ടേബിൾ വരച്ചിട്ട് നമ്മളതിലെല്ലാം ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. സംഖ്യകളെല്ലാം ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കണം? ഇനി കോളം വെച്ച് നോക്കാം. 40 10 10 10, 20 20 40 10. പിന്നെ സി കോളത്തിൽ വരുന്നത് 0 400 അല്ല 40, പിന്നെ 20 0, പിന്നെ വരുന്നത് ഡിയിൽ വന്നത് 10 0 0 10. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് എന്താണ്? ഫസ്റ്റ് കോളത്തിൽ ഏറ്റവും ചെറുത് വന്നിട്ട് എന്താ? ഒബ്വിയസ്ലി 10 ആണ് ഇവിടെ ചെറുത്. രണ്ടാമത്തെ കോളത്തിൽ 10 ആണ് ചെറുത്. മൂന്നാമത്തെ കോളത്തിൽ എന്താണ്? 0 ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ചെറുത് 0 ആണ്. നാലാമത്തെ കോളത്തിൽ നോക്കുമ്പോൾ എന്താണ്? 0 0, പിന്നെ 10 10 രണ്ട് 10 ആണുള്ളത്. അപ്പോൾ ഇതിൽ 0 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതും നമ്മളെന്താ ചെയ്യേണ്ടത്? അതേമാതിരി എന്താണ്? കോളം വൈസ് നമ്മളെന്താ മൈനസ് ചെയ്യുക. അതായത് 40 മൈനസ് 10 എത്രയാണ്? 30 നമ്മൾ എഴുതി വെച്ചു. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ ആ കോളത്തിൽ രണ്ടാമത്തെ താഴെ കിടക്കണം എന്താ? 10 മൈനസ് 10 0, 10 മൈനസ് 10 0, 10 മൈനസ് 0 അങ്ങനെ ചെയ്തു. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ ഫസ്റ്റ് വരുന്നത് അതായത് B1 വരുന്നത് 20 മൈനസ് 10 എത്രയാണ്? 10. 20 മൈനസ് 10 10 തന്നെ. പിന്നെ 40 മൈനസ് 10 എത്രയാണ്? 40 മൈനസ് 10 30. പിന്നെ വരുന്നത് 10 മൈനസ് 10 0 എഴുതി വെച്ചു. പിന്നെ 0 തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ 40 മൈനസ് 0 40 എഴുതി വെച്ചു. 20 മൈനസ് 0 20 0 എന്ന് വെച്ചു. പിന്നെ 10 എന്ന് പറയുമ്പോൾ 0 അത് അതേമാതിരി നമ്മൾ എഴുതി വെച്ചു. മാറ്റമൊന്നുമില്ലല്ലോ, വ്യത്യാസം 0 തന്നെ അതുകൊണ്ട് അതന്നെ എഴുതി വെച്ചു. ഇനി ഇതിൽ നമ്മൾ എന്താണ് അസൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്? അസൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? പ്രോഗ്രാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം റിക്വയർഡ് എത്ര ആവശ്യം വരുന്നുണ്ട്? അതിന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ അസൈൻ ചെയ്യണം, പാറ്റേൺസുകൾ അസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട സമയത്ത് എന്താണ്? കോളം റോയും ഉണ്ട്. ഈ റോ വെച്ചിട്ടാണ് ഫസ്റ്റ് നോക്കുക. ആദ്യത്തെ റോ നോക്കുക. ഇതിൽ ഇത്രയും കണ്ടുപിടിക്കുന്ന സമയത്ത് 0 വരുന്നതെല്ലാം നമ്മളെന്താണ് ഓരോ ബോക്സിലാക്കി കൊടുക്കണം. ഇനി ഒരു റോയിൽ തന്നെ എക്സ്ട്രാ സീറോസ് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് 0 ഉണ്ട്. അപ്പോൾ കൂടുതൽ ഒരു റോയിൽ 0 കൂടുതലാണെങ്കിൽ ആ സീറോസ് എന്താ കട്ട് ചെയ്ത് കളയും നമ്മൾ. അതായത് ഒരാൾക്ക് ഒരു വർക്കേ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വീണ്ടും അതേ ആൾ വരുമ്പോൾ അയാൾക്ക് അതേ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഒരാൾക്ക് ഒരു വർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ആൾക്ക് വേറെ വർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ വരുമ്പോൾ 30 10 0 10 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് റോയിൽ വരുമ്പോൾ മൂന്നാമത്തെ ഇതിൽ കിടക്കുന്നതാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 0 ഒരാൾക്ക് ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ റോ നോക്കുന്നു. 0 10 40 0
അപ്പോൾ ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ രണ്ടാൾക്കും വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നു. അതായത് നമ്മളിവിടെ ഫസ്റ്റത്തെ സീറോ ഉള്ള ഇതിന് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താണ് അതിൻ്റെ താഴെയുള്ള, അതായത് അതിൻ്റെ താഴെ വരുന്ന വർക്കുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. സെയിം വർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള താഴെയുള്ള സീറോ, അതായത് 3ാമത്തെ റോയിലും 4ാമത്തെ റോയിലും നമ്മളെന്താണ് ആ വർക്ക് കട്ട് ചെയ്ത് കൊടുക്കില്ല ആ വർക്ക്. പിന്നെ 3ാമത്തെ റോ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ 30 ഉണ്ട്, 20 ഉണ്ട്, 0 വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെന്താണ് ഈ സീറോ ഉള്ള ആൾക്ക് എന്താണ് അവിടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ 4ാമത്തെ റോ നോക്കുന്നു. അപ്പോൾ 0 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ 0, പിന്നെ 0, പിന്നെ 10 എന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ വർക്ക് എന്താണ് എടുക്കുന്നുണ്ട്. ആ വർക്ക് കിടക്കുന്നത് എന്താ നമ്മൾ ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അതിൻ്റെ അപ്പുറത്തുള്ളത് എന്താ നമ്മൾ കട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പുറത്തെ വർക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് റോയിൽ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ വേറെ വർക്കുകളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി വരുന്ന സമയത്ത് നമ്മളെന്താണ് കോളം വൈസ് നോക്കാം. കോളം വൈസ് നോക്കുമ്പോൾ 30 ഉണ്ട്, അവിടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണു. രണ്ടാമത്തേൻ്റെ അവിടെ ഈ ഇതിൽ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണു. പിന്നെ ഇങ്ങനെ ചെയ്തിരിക്കും. ഇനി എല്ലാറ്റിലും വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ഇതെല്ലാം കൂട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കൂട്ടിയിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. ആ കൂട്ടിയിട്ട് എത്ര ടോട്ടൽ ടൈം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കോളത്തിൽ എഴുതി വെച്ചിട്ട് നമ്മളത് ഇതിലോട്ട് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചാൽ സീറോയിൽ വർക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുക്കണം. 120, 100, 80, 90. രണ്ടാമത്തെ റോയിൽ വന്ന് 80, 90, 110, 70 അങ്ങനെ ഫുൾ എഴുതി വെച്ചിട്ട് ഫസ്റ്റ് റോയിൽ നമ്മളെന്താ ഫസ്റ്റ് റോയിൽ 3ാമത്തെ സെല്ലിലാണ് നമ്മൾ 80 ചെയ്തിരിക്കണം. അവിടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ അവിടെ 80ക്ക് ഒരു കോളം വരച്ച് കൊടുക്കുക. രണ്ടാമത്തെ റോയിൽ എന്താ ഫസ്റ്റത്തെ സെല്ലിൽ തന്നെ അസൈൻ ചെയ്തിരിക്കേണ്ട. അപ്പോൾ ഈ 80ൽ നമ്മളെന്താണ് അവിടെ കോളം ചെയ്ത് കൊടുക്കുക. 3ാമത്തെ റോയിൽ എന്താ 4ാമത്തെ സെല്ലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100ന് ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ 90, 90, 80, 90 രണ്ടാമത്തെ റോയിലാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെല്ലിലാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടോട്ടൽ ടൈം എത്ര ഇൻവോൾവഡ് ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 80 + 100 + 90 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 350 മിനിറ്റ്സ് ആണ് ടോട്ടൽ ടൈം ഇൻവോൾവഡ് ആയിട്ടുള്ളത് എന്നാണ് പറയണത് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് എത്രത്തോളം ടൈം ഇൻവോൾവഡ് ആയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ 5 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ നമുക്ക് ഇതിനുള്ള ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? പെർട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞു. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. സിംപ്ലക്സ് മെത്തേഡ് എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ നോക്കിയാൽ മതി. അല്ലാത്തവരത് വിടുകയായിരിക്കും നല്ലത്. പിന്നെ തിയറീസ് ഉണ്ടല്ലോ, 2 തിയറീസും ഉണ്ട്, 2 പ്രോബ്ലം ഉണ്ട് ഇതിൽ. അപ്പോൾ ഏതാ വെച്ചാൽ നിങ്ങൾക്ക് അറിയണ മാതിരി എഴുതാം. ഇനി ബാക്കി തിയറി പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിനനുസരിച്ച്